ഇന്ത്യൻ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരവും മനോഹരവുമായ ഒരു ചരിത്ര സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട്. 2008 പുറത്തിറങ്ങിയ ജോധ അക്ബർ. അതൊരു സിനിമ മാത്രമായിരുന്നില്ല, നമ്മളെ നേരെ ചരിത്രത്തിലേക്ക് കൊണ്ടുപോയ ഒരു ടൈം മെഷീനായിരുന്നു. സംവിധായകൻ അശുതോഷ് ഗോവാരിക്കർ ഈ സിനിമ എഴുതുമ്പോൾ അദ്ദേഹം വെറും ഒരു പ്രണയകഥ മാത്രമല്ല പറഞ്ഞത്, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വിഷ്വൽ മാസ്റ്റർ പീസ് സൃഷ്ടിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ റിലീസ് ചെയ്ത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സിനിമ എന്നും ഇത്രയും മനോഹരമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഐശ്വര്യ റായും ഹൃത്തിക് റോഷനും തമ്മിലുള്ള ആ കെമിസ്ട്രി ഇത്രയധികം ആളുകളെ ആകർഷിച്ചത് എങ്ങനെയാണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സിനിമകളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് നേരെ 16-ാം നൂറ്റാണ്ടിലേക്ക് പോകാം. ഈ സിനിമയുടെ വിഷ്വൽ ഭംഗിയുടെ ജീവൻ എന്ന് പറയുന്നത് ഐശ്വര്യ റായ് അവതരിപ്പിച്ച ജോധാബായ് എന്ന കഥാപാത്രമാണ്. സംവിധായകനും അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫർ കിരൺ ഡിയോഹൻസ് കളർ കോൺട്രാസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് എന്നൊരു കിടിലൻ വിഷ്വൽ ടെക്നിക് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ജോധയുടെ മനസ്സിൻ്റെ അവസ്ഥ കാണിക്കാൻ വസ്ത്രങ്ങളിലൂടെ പശ്ചാത്തലത്തിൻ്റെ നിറങ്ങൾ മാറ്റുക. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ ജോധയെ ആംബർ കൊട്ടാരത്തിൽ കാണുമ്പോൾ അവരുടെ ലോകം മുഴുവൻ പരമ്പരാഗത രജപുത്ര നിറങ്ങളായ കടും ചുവപ്പും മഞ്ഞയും കുങ്കുമ നിറങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. അത് അവൾ എത്രത്തോളം സ്വന്തം മണ്ണിൽ സുരക്ഷിതയും സ്വതന്ത്രയുമാണെന്ന് കാണിക്കുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം മുഗൾ കൊട്ടാരത്തിലേക്ക് എത്തുമ്പോൾ ഈ വിഷ്വൽസ് പൂർണ്ണമായി മാറുന്നു. പെട്ടെന്ന് പശ്ചാത്തലം മുഴുവൻ വെള്ള മാർബിളും തണുത്ത നിറങ്ങളും വലിയ നിഴലുകളും ഉള്ളതായി മാറുന്നു. ആ വലിയ കൊട്ടാരത്തിൽ ജോധ എത്രത്തോളം ഒറ്റപ്പെട്ടു പോയി എന്ന് ആ വിഷ്വൽസ് നമുക്ക് കാണിച്ചു തരുന്നു. ഡിസൈനർ നീത ലുള്ള ഈ സിനിമയ്ക്കായി യഥാർത്ഥ കുന്തൻ ആഭരണങ്ങളാണ് ഉപയോഗിച്ചത്. ഭാരമേറിയ ഈ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് അഭിനയിക്കുക എന്നത് ഐശ്വര്യയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും അവരുടെ മുഖത്ത് ആ രാജകീയ ഭാവം കൃത്യമായിരുന്നു. സംവിധായകൻ ഈ സിനിമയിൽ ഐശ്വര്യയുടെ രംഗങ്ങളിൽ ഫാസ്റ്റ് കട്ട്സ് ഉപയോഗിച്ചിട്ടില്ല. പകരം നീളമുള്ള ക്ലോസപ്പ് ഷോട്ടുകളിലൂടെ അവരുടെ കണ്ണുകളിലെ ഭാവങ്ങൾക്ക് പ്രാധാന്യം നൽകി. അത് ജോധയ്ക്ക് ഒരു പ്രത്യേക ഭംഗി നൽകി. ഇന്നത്തെ കാലത്ത് ചരിത്ര സിനിമകൾ അധികവും ഗ്രീൻ സ്ക്രീനിൻ്റെയും CGIയുടെയും സഹായത്തോടെയാണ് ചെയ്യുന്നത്. എന്നാൽ ജോധ അക്ബർ ഇന്നും സ്പെഷ്യൽ ആയിരിക്കാൻ കാരണം ഇതിൽ നമ്മൾ കാണുന്നതെല്ലാം യഥാർത്ഥമാണ് എന്നതാണ്. പ്രശസ്ത ആർട്ട് ഡയറക്ടറായിരുന്ന അന്തരിച്ച നിതിൻ ചന്ദ്രകാന്ത് ദേശായി മുംബൈക്കടുത്തുള്ള കർജാദിയിൽ ആഗ്ര ഫോർട്ടിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഒരു വലിയ സെറ്റ് തന്നെ നിർമ്മിക്കുകയായിരുന്നു. വെറും ഒരു മതിൽ കെട്ടുകയല്ല അദ്ദേഹം ചെയ്തത്. ചരിത്ര പുസ്തകങ്ങളും പെയിന്റിങ്ങുകളും കൃത്യമായി പഠിച്ച് മുഗൾ രജപുത്ര കല അതേപടി പുനർനിർമ്മിച്ചു. അക്ബറിന്റെ സാമ്രാജ്യത്തിന്റെ വലുപ്പം കാണിക്കാൻ സംവിധായകൻ ഡിജിറ്റൽ മനുഷ്യരെ അല്ല ഉപയോഗിച്ചത്. പകരം 1000-ലധികം യഥാർത്ഥ ഡാൻസേഴ്സിനെയും നടന്മാരെയുമാണ് അണിനിരത്തിയത്. ഒപ്പം അത്രയധികം ആനകളും കുതിരകളും. ക്യാമറ മുകളിലേക്ക് ഉയർന്ന് ആ വലിയ കൊട്ടാരമുറ്റം കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അത്ഭുതപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം അത് കമ്പ്യൂട്ടറിൽ ചെയ്തതല്ല, മനുഷ്യർ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ വലിയ സെറ്റുകൾ ഉള്ളതുകൊണ്ട് മാത്രം ഒരു സിനിമയും വിജയിക്കില്ല. എവിടെയാണ് ശബ്ദം കൂട്ടേണ്ടതെന്നും എവിടെയാണ് നിശബ്ദത പാലിക്കേണ്ടതെന്നും ഒരു നല്ല സംവിധായകന് അറിയാം. ഇവിടെയാണ് അശുതോഷ് എന്ന സംവിധായകന്റെ മാജിക് നമ്മൾ കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 സൂപ്പർ താരങ്ങളെ പ്രധാന വേഷങ്ങളിൽ എത്തിച്ചിട്ടും അവരുടെ പ്രണയത്തെ വളരെ പതുക്കെയാണ് അദ്ദേഹം വളർത്തിയത്. സിനിമയുടെ പകുതിയോളം ഭാഗം ജോധയും അക്ബറും തമ്മിൽ പരസ്പരം തൊടുന്നു പോലുമില്ല. അവരുടെ പ്രണയം പ്രവൃത്തിയിലൂടെയാണ് കാണിക്കുന്നത്. അവരുടെ ആ വാൾപ്പയറ്റ് രംഗം ഓർത്തു നോക്കും. അതൊരു യുദ്ധമാണെങ്കിലും വിഷ്വലി അതൊരു ഡാൻസ് ഓഫ് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. അക്ബർ അവളുടെ കഴിവ് പരീക്ഷിക്കുമ്പോൾ ജോധ അവളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുകയാണ്. ആ രംഗം ഏതൊരു സാധാരണ പ്രണയഗാനത്തെക്കാളും മനോഹരമായാണ് ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുക്കളയിലെ രംഗം. വ്യത്യസ്തമായ 2 സംസ്കാരങ്ങൾ ഭക്ഷണത്തിലൂടെ ഒന്നാകുന്നതാണ് അവിടെ കാണിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗോൾഡൻ ലൈറ്റിംഗ് ആ കൊട്ടാരത്തിലെ തണുത്ത അന്തരീക്ഷം മാറി അവിടെ ഒരു പുതിയ പ്രണയം ജനിക്കുകയാണെന്ന് വിഷ്വലി കാണിച്ചു തരുന്നു. AR റഹ്മാന്റെ കാലാതീതമായ സംഗീതവും കൂടി ചേർന്നപ്പോൾ ജോധ അക്ബർ വെറും ഒരു ഹിറ്റ് സിനിമ മാത്രമല്ല, മറിച്ച് ചരിത്ര സിനിമകൾ എങ്ങനെ ചെയ്യണം എന്നതിനൊരു മാതൃകയായി. കഥാപാത്രങ്ങൾക്ക് അവർ അർഹിക്കുന്ന ബഹുമാനവും ചരിത്രത്തിന് അർഹിക്കുന്ന വലുപ്പവും നൽകിയ അശുതോഷ് എന്ന സംവിധായകന്റെ ഏറ്റവും മികച്ച വിഷ്വൽ മാസ്റ്റർ പീസ് തന്നെയാണ് ഈ ചിത്രം. അപ്പോൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷ്വൽ സീൻ ഏതാണ്?
നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ.